ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാറ്റിൽ പരന്ന സുഗന്ധം എന്ന നോവലാണ്. അതിൻ്റെ 31-ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാറ്റിൽ പരന്ന സുഗന്ധം അധ്യായം 31 നോവൽ തുടർച്ച. മണ്ണാറശാല അമ്പലത്തിൽ നിന്ന് പോകണമെന്ന് ഇന്നലെ വെറുതെ തോന്നി. എൻ്റെ കൂട്ടുകാരി രജനിയത്താണ് ഞാൻ എവിടെയും പോകാറുള്ളത്. അവൾക്ക് പക്ഷേ വരാൻ പറ്റാത്ത ദിവസങ്ങളാണ്. അതുകൊണ്ട് ഞാൻ തനിച്ചിങ്ങ് പോന്നു, സുശീല പറഞ്ഞു. അതൊരു നിമിത്തമാണ് സുശീലേ. നമ്മളിവിടെ വെച്ച് കാണണമെന്ന് ഈശ്വരൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. സുശീല തൊഴുതു കഴിഞ്ഞോ? ഇല്ല, ഞാൻ വന്നതേ ഉള്ളൂ. എന്നാൽ നമുക്ക് ഒന്നിച്ചു തൊഴാം. അവർ 4 പേരും കൂടിയാണ് അമ്പലത്തിലേക്ക് കടന്നത്. ഞായറാഴ്ച ആയിരുന്നതുകൊണ്ട് നീണ്ട ക്യൂ ഉണ്ടായിരുന്നു ഉള്ളിൽ. വഴിപാടുകൾ സമർപ്പിച്ച് ഗോപികൃഷ്ണൻ്റെ നാളും പേരും പറഞ്ഞ് പുള്ളുവം പാട്ടും പാടിച്ച് പ്രസാദവും വാങ്ങി പുറത്തിറങ്ങുന്നവരെ 4 പേരും കാര്യമായി ഒന്നും സംസാരിച്ചില്ല. എന്തിനാണ് ഗോപികൃഷ്ണൻ്റെ പേരിൽ ഈ വഴിപാടുകൾ കഴിക്കുന്നതെന്ന് അറിയാമെങ്കിലും ആകാംക്ഷയുണ്ടായിരുന്നു സുശീലയ്ക്ക്. പക്ഷെ ചോദിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ വീട് ഇവിടെ അടുത്താണ്, ഹരിപ്പാട്. സൂരജിൻ്റെ അമ്മ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് വീട്ടിലൊന്ന് കയറിയിട്ട് പോയാൽ മതി. അമ്പലത്തിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ സുരഭി പറഞ്ഞു. ചെന്നിട്ട് കുറേ ജോലികളുണ്ട്, ഇനിയൊരിക്കൽ വരാമല്ലോ. സുശീല ഒഴിഞ്ഞു മാറി. പക്ഷെ കൂടെ ചെന്ന സംസാരത്തിനിടയിൽ ഗോപികൃഷ്ണനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കും എന്നൊരു വിചാരം ഉണ്ടായിരുന്നു അവളുടെ മനസ്സിൽ. വാ ആൻറ്റി, ഉടനെ തിരിച്ചു പോകാം. അമ്പലപ്പുഴ വരെ ചെന്നാൽ പോരെ? അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് വിടാം, ഗാഥ നിർബന്ധിച്ചു. സുശീല പിന്നെ എതിർത്തില്ല. സുരഭിയോടൊപ്പം അവൾ കാറിൻ്റെ ബാക്ക് സീറ്റിൽ കയറി. ഗാഥയാണ് ഡ്രൈവ് ചെയ്തത്. അവളുടെ അടുത്ത് മനീഷയായിരുന്നു. വീട്ടിലേക്ക് പോകുന്ന വഴി സുരഭി വിശേഷങ്ങൾ പറഞ്ഞു. വീടിപ്പോൾ അടച്ചിട്ടിരിക്കുക. എനിക്ക് തിരുവനന്തപുരത്തേക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ ഞാനങ്ങോട്ട് പോയി. ഇപ്പോൾ ഗാഥയോടൊപ്പമാണ് താമസം. കൂടെ അവളുടെ 2 കൂട്ടുകാരികളും ഉണ്ട്. ഇന്നലെയാണ് ഞങ്ങൾ വന്നത്. വൈകുന്നേരം തിരിച്ചു പോകും. സുശീല എല്ലാം മൂളിക്കിട്ടു. ഗോപികൃഷ്ണനെക്കുറിച്ച് അറിയാനായിരുന്നു അവൾക്ക് തിടുക്കം. ഐസിയിൽ നിന്നും വാർഡിലേക്ക് 2-3 ദിവസം മുമ്പ് മാറ്റിയിട്ടുണ്ട് എന്ന് സൂരജ് വിളിച്ചു പറഞ്ഞിരുന്നു. പിന്നെ കൂടുതലൊന്നും അറിയാൻ സാധിച്ചില്ല. വീട്ടുമുറ്റത്ത് ചെന്ന് കാറിൽ നിന്നു. സുശീല വാ, സുരഭി പറഞ്ഞു. കാറിൽ നിന്നിറങ്ങിയപ്പോൾ സുശീല ചുറ്റും നോക്കി. മണിമാളികയാണ്. തൻ്റേതോ ചെറിയ ഓടിട്ട വീട്. പക്ഷെ അവൾക്ക് അപകർഷതാബോധം അനുഭവപ്പെട്ടില്ല. ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും കിട്ടുന്ന സന്തോഷത്തിന് അളവിൽ വലിയ വ്യത്യാസം കാണില്ല. മായയാണ് വന്ന് വാതിൽ തുറന്നത്. ആരാണിതെന്ന് നിനക്ക് മനസ്സിലായോ? സുശീലയെ ഉദ്ദേശിച്ച് സുരഭി ചോദിച്ചു. ഇല്ല, മടിച്ച് മായ പറഞ്ഞു. സൂരജിൻ്റെ അമ്മയാണ്. സത്യത്തിൽ എനിക്ക് സംശയം തോന്നാതിരുന്നില്ല. പക്ഷേ സുശീല ഊണ് കഴിഞ്ഞേ പോകൂ, സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിടിച്ചുകൊണ്ടു വന്നതാ. നേരത്തെ ഭക്ഷണം കൊടുക്കണം. അത് ഞാൻ ഏറ്റു. ആദ്യം കുടിക്കാൻ എന്താ കൊടുക്കുന്നത്? ചായയുണ്ട്, കാപ്പിയുണ്ട്, അല്ലെങ്കിൽ ലൈം ജ്യൂസ്, മായ പറഞ്ഞു. എനിക്കൊരു ഗ്ലാസ് തണുത്ത വെള്ളം മതി. ഫ്രിഡ്ജിലെ തണുപ്പ് വേണ്ട, സുശീല പറഞ്ഞു. കിണറ്റിലെ വെള്ളമുണ്ട് സുശീലെ. തിരുവനന്തപുരത്തെ ടാപ്പ് വെള്ളത്തിൻ്റെ ക്ലോറിൻ്റെ ടേസ്റ്റാണേ. അതുകൊണ്ട് അവിടെ വെച്ച് പച്ചവെള്ളം കുടിക്കാറില്ല ഞാൻ, സുരഭി പറഞ്ഞു. സ്വീകരണ മുറിയിലിരുന്ന് അവർ 4 പേരും സംസാരിച്ചു. മായ വെള്ളം കൊണ്ടുവന്ന് സുശീലയ്ക്ക് കൊടുത്തു. മനീഷയ്ക്ക് കാർ ആക്സിഡൻ്റ് ഉണ്ടായി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയപ്പോഴാണ് ഗോപി അങ്കിളിനെയും ദേവിക ആൻറ്റിയൊക്കെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഇപ്പോൾ നല്ല കുടുംബ സുഹൃത്തുക്കളായി, ഗാഥ പറഞ്ഞു. ഡാഡിയും ഈ ആൻറ്റിയും ഒരേ നാട്ടുകാരനാണ് ചേച്ചി, മനീഷ പറഞ്ഞു. അതെയോ? ഗോപി അങ്കിളിനെ അറിയോ? ആശ്ചര്യത്തോടെ ഗാഥ പറഞ്ഞു. അറിയും, പക്ഷെ കണ്ടിട്ട് 10-25 കൊല്ലമായി, സുശീല പറഞ്ഞു. ഗോപി ഇങ്ങനെ അടച്ചിട്ട മുറിയിൽ ഒന്നും ചെയ്യാനില്ലാതെ കിടക്കുന്ന കാണുമ്പോൾ വിഷമം തോന്നുന്നുണ്ട്. ഗോപികൃഷ്ണനൊരു അറ്റാക്ക് ഉണ്ടായി, പക്ഷെ അത്ര സീരിയസ് ആയില്ല. മനീഷയുടെ അമ്മ ഒരു ജ്യോത്സ്യനെ കാണാൻ പോയിരുന്നു. അയാളാണ് പറഞ്ഞത് സർപ്പദോഷമുണ്ടെന്ന്. അതിനുള്ള ക്രിയ ചെയ്യാനാണ് മനീഷ മോളെ ഞങ്ങളെ കൂടെ വിട്ടത്, സുരഭി പറഞ്ഞു. അത് നന്നായി. വിശ്വസിക്കുന്നവർക്ക് അതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്, സുശീലയും പറഞ്ഞു. വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടുമാണ് സുരഭിയും ഗാഥയും അവളോട് പെരുമാറിയത്. അതൊരു പുതിയ അനുഭവമായിരുന്നു അവൾക്ക്. ഉച്ചയ്ക്ക് എല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. സുശീലയെ അമ്പലപ്പുഴയിൽ കൊണ്ടുവന്ന് വിടാമെന്ന് സുരഭി പറഞ്ഞെങ്കിലും അവൾ സമ്മതിച്ചില്ല. ഒടുവിൽ ഗാഥയും മനീഷയും കൂടി ഹരിപ്പാട് KSRTC സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ബസ് കയറ്റി വിട്ടു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ഉടൻ സൂരജിനെ സുശീല വിളിച്ചു. എന്താണമ്മേ? സൂരജ് ഉടൻ
കോൾ എടുത്തു. നീ മാട്രിമോണിയൽ സൈറ്റിൽ നോക്കിയോ? ഇല്ലമ്മേ, സമയം കിട്ടില്ല. എന്നാലല്ലേ നോക്കണ്ട, ഞാനൊരു കുട്ടിയെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അവളും മതി നിനക്ക്, സുശീല പറഞ്ഞു. അതാരാണ്? തൽക്കാലം നീ അതറിയണ്ട. കുട്ടി ഡോക്ടറാണ്, അത്രേ അറിഞ്ഞാൽ മതി. ഒരു ക്ലൂ തരൂ അമ്മേ പ്ലീസ്, സൂരജ് അപേക്ഷിച്ചു. നിനക്ക് അവളെ ഇഷ്ടപ്പെടും, അതാണ് ക്ലൂ, ചിരിച്ചുകൊണ്ട് സുശീല പറഞ്ഞു. ശരിയമ്മേ, ഫ്രീ ആകുമ്പോൾ ഞാൻ വിളിക്കാം, ചിരിച്ചുകൊണ്ട് അയാളും പറഞ്ഞു. സുശീല കസേരയിലേക്ക് ചാരി കണ്ണുകൾ അടച്ചിരുന്നു. നെഞ്ചിൽ നിന്നും ഓരോരോ ഭാരങ്ങൾ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. നന്ദി പറയേണ്ടത് ആരോടാണ്? ദേവിക ഫ്ലാസ്കിൽ നിന്നും അല്പം ചായ ഗ്ലാസ്സിലേക്ക് പറന്ന് ഗോപികൃഷ്ണന് കൊടുത്തു. ബെഡിലെ തലയിണകൾ ഉയർത്തിവെച്ച് അതിൽ ചാരിയിരിക്കുകയായിരുന്നു. നാളെ വീട്ടിലേക്ക് പോകാമല്ലോ അല്ലേ? അത്രയേ ആശ്വാസം. ബെഡിൽ അയാളുടെ അടുത്തിരുന്നു കൊണ്ട് അവൾ പറഞ്ഞു. മടുത്തു അല്ലേ? അയാൾ ചോദിച്ചു. ഏയ് അതല്ല, മാസങ്ങളോളം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ടില്ലേ, അതല്ല. ഗോപി ഇങ്ങനെ അടച്ചിട്ട മുറിയിൽ ഒന്നും ചെയ്യാനില്ലാതെ കിടക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നുന്നുണ്ട്. വീട്ടിൽ ചെന്നാലും എന്ത് ചെയ്യാനാണ്? ഒന്നുമില്ലല്ലോ. പുറത്തിറങ്ങി വെറുതെ കുറച്ചു നേരം നടക്കാമല്ലോ. മരുന്നിൻ്റെ മണമില്ലാത്ത ശുദ്ധമായി ശ്വസിക്കാൻ പറ്റില്ലേ? ശരിയാണെന്ന അർത്ഥത്തിൽ അയാൾ മെല്ലെ തലകുലുക്കി. മോള് കൂടി പോയപ്പോൾ ഒരു രസമില്ലാതായി. അല്ലെങ്കിൽ അവളുടെ വർത്തമാനം കേട്ടിരിക്കുകയായിരുന്നു. അയാൾ പറഞ്ഞു. അവൾ പോയിട്ട് വരട്ടെ, നമ്മളെപ്പോലെയല്ല, കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടാകും അടച്ചിട്ട മുറിയിൽ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ ഇരിക്കാൻ. എക്സാം കഴിഞ്ഞില്ലേ, അവളിന് കുറച്ച് എൻജോയ് ചെയ്യട്ടെ. അതുകൊണ്ടാണ് ഞാൻ അവളെ സുരഭിയുടെയും കാതയുടെയും ഒപ്പം വിട്ടത്, ദേവിക പറഞ്ഞു. ഗോപീഷൻ ചായ കുടിച്ച് തീരുന്നത് വരെ അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. ഒഴിഞ്ഞ ഗ്ലാസ് വാങ്ങി മേശപ്പുറത്ത് വെച്ചിട്ട് അവൾ വീണ്ടും അയാളുടെ അടുത്ത് ചെന്നിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചാൽ ഗോപി സത്യം പറയുമോ? ദേവികയുടെ ചോദ്യം കേട്ട് അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി. സൂരജിൻ്റെ അമ്മയെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ഗോപികൃഷ്ണൻ മറുപടി പറയാതെ മുഖം കുനിച്ചു. അന്ന് അവരുടെ വീട്ടിൽ പോയപ്പോൾ സംഭവിച്ചതൊക്കെ എന്നോട് പറഞ്ഞല്ലോ. അന്ന് ഗോപിയെ അറിയില്ല എന്ന് ആ സ്ത്രീ നടിച്ചു. ഇന്ന് അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. മനസ്സ് തുറന്ന് രണ്ടുപേർക്കും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് അവസരം ഉണ്ടാക്കിത്തരാം, അവൾ പറഞ്ഞു. വേണ്ട ദേവി, ആ സ്ത്രീക്ക് ഗോപിയെ കാണാൻ ആഗ്രഹം ഉണ്ടാവും. പലതും പറയാനും കാണും, പലതും പറയാൻ ഗോപിക്കും കാണും. അത് പറഞ്ഞു തീർന്നില്ലെങ്കിൽ രണ്ടുപേരുടെയും മനസ്സിലുള്ള വീർപ്പ് കൂട്ടലിന് അറുതി വരില്ല. ഞാനും ഒരു മനുഷ്യ സ്ത്രീയാണ് ഗോപി. അയാൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ആ സ്ത്രീയോട് സുരഭിയുടെ താമസ സ്ഥലത്തേക്ക് വരാൻ പറയാം. ഗോപിയുടെ അങ്ങോട്ട് ചെന്നാൽ മതിയല്ലോ. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. പിന്നീട് ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് കാണാൻ ശ്രമിക്കരുത്. അതെനിക്ക് സഹിക്കുകയില്ല, ഒരു ഭാര്യയും സഹിക്കില്ല. എനിക്ക് സുശീലയെ കാണണ്ട ദേവി, അയാൾ പറഞ്ഞു. ഞാൻ നിർബന്ധിക്കുന്നില്ല, ഇഷ്ടം പോലെ ചെയ്യൂ. എന്നെ പേടിച്ച് കാണാതിരിക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ സൂരജിനെ നമുക്ക് വേണം. കാരണം മനീഷയ്ക്ക് ഒരു ആങ്ങളെ ഉണ്ടാകുന്നത് എനിക്കിഷ്ടമാണ്. അവൾക്കത് വലിയ സന്തോഷം കൊടുക്കും. മോൾ ഇതുവരെ അതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, അയാൾ പറഞ്ഞു. അറിയേണ്ട സമയമായി, ഞാൻ പറഞ്ഞോളാം. അന്ന് സന്ധ്യയായപ്പോൾ മനീഷയും കൊണ്ട് സുരഭിയും ഗാഥയും ഹോസ്പിറ്റലിൽ വന്നു. വഴിപാടുകളെല്ലാം ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. എന്നാലും ഗോപീഷ്ണന് യാത്ര ചെയ്യാനുള്ള ആരോഗ്യം കിട്ടുമ്പോൾ അമ്പലത്തിലൊന്ന് പോകണം, സുരഭി പറഞ്ഞു. മണ്ണാറശാലയിലും അമ്പലപ്പുഴയിലും ഒന്ന് പോകുന്നുണ്ട്, ദേവിക പറഞ്ഞു. ഗോപീഷ്ണൻ അവളെ നിന്ന് നോക്കി. ഡാഡി ഇന്ന് കുളിച്ചല്ലോ അല്ലേ? പെട്ടെന്ന് മനീഷ ചോദിച്ചു. വൈകുന്നേരമാണ് കുളിച്ചത്, ഡ്രസ്സ് മാറി, ദേവിക പറഞ്ഞു. എന്നാൽ അമ്പലത്തിലെ പ്രസാദം തരാം. മനീഷ ബാഗ് തുറന്ന് അമ്പലത്തിൽ നിന്നും കിട്ടിയ അപ്പവും നിലവറ പായസവും പുറത്തെടുത്തു. അവൾ കരിപ്രസാദവും മഞ്ഞൾപ്രസാദവും അച്ഛൻ്റെ നെറ്റിയിൽ തൊടുവിച്ചു. അല്പനേരം കൂടി സംസാരിച്ചിരുന്നിട്ട് സുരഭിയും ഗാഥയും യാത്ര പറഞ്ഞു പോയി. ഡാഡി, ഞാനിന്ന് അമ്പലത്തിൽ വെച്ച് ഡാഡിയുടെ ഒരു നാട്ടുകാരെ കണ്ടു. പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ മനീഷ പറഞ്ഞു. അതാരാണ്? ദേവിക ചോദിച്ചു. നടന്ന സംഭവങ്ങളെല്ലാം അവൾ ഗോപികൃഷ്ണനോടും ദേവികയോടും പറഞ്ഞു. രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി. ഇനിയാണ് സർപ്രൈസ്. സൂര്യ ഡോക്ടറുടെ അമ്മയാണ് സുശീലാൻറ്റി. ഒരു വലിയ രഹസ്യം പൊട്ടിച്ചതുപോലെ അവൾ രണ്ടുപേരെയും മാറി മാറി നോക്കി. അതിലും വലിയൊരു സർപ്രൈസ് ഞാൻ നിനക്ക് തരട്ടെ, ദേവിക ചോദിച്ചു. അതെന്താണ്? ആകാംക്ഷയോടെ അവൾ ദേവികയെ നോക്കി. സൂരജ് ഡോക്ടറുടെ അച്ഛനാണ് ഈ ഇരിക്കുന്ന നിന്റെ ഡാഡി ഗോപികൃഷ്ണൻ, ദേവിക പറഞ്ഞു.
വിശ്വസിക്കാതെ മനീഷ മമ്മിയുടെ മുഖത്തേക്ക് നോക്കി. അതായത് നിന്റെ ബ്രദറാണ് സൂരജ് ഡോക്ടർ. മനസ്സിലാകാതെ മനീഷ മമ്മിയുടെയും ഡാഡിയുടെയും മുഖത്തേക്ക് നോക്കി. ഞാനെല്ലാം പറയാം. ദേവിക അവളെ ചേർത്ത് പിടിച്ചു. സൂരജ് പറഞ്ഞത് കേട്ട് ഗാഥയും സുരഭിയും അത്ഭുതസ്തംഭരായിരുന്നു. വിശ്വസിക്കാൻ കഴിയുന്നില്ല സൂരജ്. ഗോപിയങ്കിള് സൂരജിൻ്റെ അച്ഛനാണെന്ന് ഗാഥ പറഞ്ഞു. എനിക്ക് പോലും ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പറഞ്ഞത് അമ്മയായിരുന്നിട്ട് പോലും. എന്നിട്ടും അച്ഛൻ എന്നോടത് പറഞ്ഞില്ല. പക്ഷെ ദേവിക ആൻറ്റിയും മനീഷയും അതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ആൻറ്റിന്ന് എന്നെ വിളിച്ചിരുന്നു മനീഷയ്ക്ക് എന്നെ ഉടനെ കാണണമെന്ന്. അത് പിന്നെ ആഗ്രഹം കാണാതിരിക്കുമോ? സുരഭി ചോദിച്ചു. എന്തൊരു സന്തോഷമായിരിക്കും ആ കുട്ടിക്ക്. സൂരജിനെ പോലെ ഒരു ഏട്ടനെ സ്വപ്നത്തിൽ നിന്ന പോലെ കിട്ടിയില്ലേ? ഗാഥ പറഞ്ഞു. ഒക്കെ ഒരു നിമിത്തം ആൻറ്റി. അല്ലെങ്കിൽ മനീഷയ്ക്ക് ആക്സിഡൻ്റ് ആയിട്ട് എൻ്റെ അടുത്തേക്ക് അവളെ കൊണ്ടുവരുമായിരുന്നോ? സേതുവങ്ങൾ വിളിച്ചു പറഞ്ഞതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ പരസ്പരം അറിയാതെയും കാണാതെയും ഇന്നും ഞങ്ങൾ അന്യരെ പോലെ അറിയാതെ സൂരജിൻ്റെ കണ്ണുകൾ നനഞ്ഞു. ഇന്നലെ സേതുവങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. മോൾക്ക് മെഡിസിൻ്റെ അഡ്മിഷൻ ശരിയായിട്ടുണ്ടെന്നും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെന്നും. ഹരിയാനയിൽ തന്നെയാണോ? സൂരജ് ചോദിച്ചു. അത് പറഞ്ഞില്ല. ചിലപ്പോൾ ഡൽഹിയിലായിരിക്കും. രാവിലെ സൂരജ് ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഇത്ര വലിയൊരു രഹസ്യം വെളിപ്പെടുത്താനായിരിക്കുമെന്ന് സുരഭിയോ ഗാഥയോ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. അച്ഛനോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? പുഞ്ചിരിയോടെ ഗാഥ ചോദിച്ചു. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എങ്ങനെ ദേഷ്യപ്പെടാൻ പറ്റും? പാവമാണ് അച്ഛൻ, സൂരജും പറഞ്ഞു. സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. 3 പേരും. ഒടുവിൽ അയാൾ പോകാനായി എഴുന്നേറ്റു. ധന്യൻ റോഷ്നി എവിടെ? അയാൾ ചോദിച്ചു. അവർ നാളെ നാട്ടിലേക്ക് പോവുകയല്ലേ? ഷോപ്പിങ്ങിന് പോയിരിക്കുകയാണ്, ഗാഥ പറഞ്ഞു. അവർ പോയി കഴിഞ്ഞാൽ അമ്മയും മോളും മാത്രമാവുമല്ലോ ഇവിടെ. അത് സാരമില്ല, അമ്മ രാവിലെ ഓഫീസിൽ പോകും. തിങ്കളാഴ്ച മുതൽ എനിക്ക് എൻട്രൻസ് കോച്ചിങ് തുടങ്ങും, ഗാഥ പറഞ്ഞു. ശരി, ഞാനിറങ്ങുന്നു. ഉച്ച കഴിഞ്ഞ് നെയ്യാറ്റിൻകരയ്ക്ക് പോകണം. അനിയത്തി കൊടുക്കാൻ എന്താണ് കൊണ്ടുപോകുന്നത്? ചിരിച്ചുകൊണ്ട് ഗാഥ ചോദിച്ചു. ഒരേട്ടനെ കിട്ടിയില്ലേ? അതിലും വലിയ എന്ത് സമ്മാനമാണ് വാങ്ങാൻ കിട്ടുക? സുരഭി പറഞ്ഞു. സൂരജ് പോയി. പിറ്റേന്ന് രാവിലെ രോഷിനിയെ കൊണ്ടുപോകാൻ വീട്ടിൽ നിന്നും അവളുടെ സഹോദരനും ഭാര്യയും വന്നു. വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയിൽ രോഷിനി അവരോടൊപ്പം പോയി. ഗാഥ തന്നെ ധന്യയെ തമ്പാരൂർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് യാത്ര അയച്ചു. അവൾക്ക് വീട്ടിൽ നിന്നും ആരും വരാനില്ലായിരുന്നു. ഫ്ലാറ്റിൽ പകൽ നേരത്ത് ഗാഥയും മായയും മാത്രമായി. സുരഭി ഓഫീസിൽ പോയിട്ട് 6 മണിയോടെ തിരിച്ചെത്തി. ഒരു ദിവസം ആരോ കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ഗാഥ എന്നാണ് വാതിൽ തുറന്നത്. അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത 2 പേരാണ് വെളിയിൽ നിന്നിരുന്നത്. അമ്മേ, അവൾ അറിയാതെ ഉറക്കെ വിളിച്ചു. അധ്യായം 28. ഓഫീസിൽ ഉടുത്തുകൊണ്ട് പോകാനുള്ള സാരി ഇസ്തിരി ഇട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഗാഥയുടെ ഉച്ചത്തിലുള്ള വിളി സുരഭി കേട്ടത്. എന്താ മോളെ? അവൾ വിളിച്ചു വെച്ചു. വേഗം വാ, ഇത് ആരൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കിക്കേ. ഗാഥയുടെ സ്വരത്തിൽ അത്ഭുതവും സന്തോഷവും ഉണ്ടായിരുന്നു. ഇലക്ട്രിക് അയൺ സ്വിച്ച് ഓഫ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ട് സുരഭി ലിവിംഗ് റൂമിലേക്ക് വന്നു. കണ്ട കാഴ്ച അവൾക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പുഞ്ചിരിയോടെ സേതുമാധവനും 17-18 വയസ്സ് പ്രായം തോന്നിക്കുന്ന സുന്ദരിയായ ഒരു പഞ്ചാബി പെൺകുട്ടിയും ഗാഥയുടെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. സാൽവാർ കമ്മീസും ദുപ്പട്ടയുമായിരുന്നു വിളഞ്ഞു പഴുത്ത ഗോതമ്പിൻ്റെ നിറമുള്ള ആ കുട്ടിയുടെ വേഷം. നേർമയായി ലിപ്സ്റ്റിക് ഇട്ട ചുണ്ടുകൾ. അവൾ വലിയ കണ്ണുകളിൽ വിസ്മയത്തോടെ സുരഭിയെയും ഗാഥയെയും മാറി മാറി നോക്കി. മോളല്ലേ? അത്ഭുതത്തോടെ സുരഭി ചോദിച്ചു. അതെ, വൈശാഖി. ഞങ്ങളെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് വരുന്ന കാര്യം പറയാഞ്ഞത്, സേതുമാധവൻ പറഞ്ഞു. ഇതൊരു വലിയ സർപ്രൈസായി പോയി അങ്കിളെ. ഞാൻ ബോധം കിട്ട് വീണില്ലെന്നേ ഉള്ളൂ രണ്ടുപേരെയും കണ്ടപ്പോൾ, തമാശ പോലെ ഗാഥ പറഞ്ഞു. ബെട്ടി, ക്യാൻ യു ഗെസ് യു ഹു ഇസ് ദിസ്? സേതുമാധവൻ ചോദിച്ചു. യെസ്, സുരഭി ആൻറ്റി ആൻഡ് ഗാഥ ദീദി, വൈശാഖി ഉടൻ മറുപടി പറഞ്ഞു. എല്ലാവരും ചിരിച്ചു. സുരഭിയെക്കുറിച്ചും ഗാഥയെക്കുറിച്ചും ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഈവനിങ് ഫ്ലൈറ്റിലാണ് ഡൽഹിയിൽ നിന്നും വന്നത്. എൻ്റെ ഫ്ലാറ്റ് ഒഴിഞ്ഞത് കാരണം ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തത്. ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് മാത്രമേ രാവിലെ ഇവളോട് പറഞ്ഞിരുന്നുള്ളൂ. ഇരിക്കൂ സേതു,
സന്തോഷം കൊണ്ട് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സുരഭി ചെന്ന് വൈശാഖിയുടെ കൈ പിടിച്ചു കൊണ്ടുവന്ന് സെറ്റിയിൽ എടുത്തിരുത്തി. മോളെ, യു ലുക്ക് വെരി ക്യൂട്ട്, സുരഭി അവളോട് പറഞ്ഞു. താങ്ക് യു ആൻറ്റി, യു ആർ ഓൾസോ ബ്യൂട്ടിഫുൾ. നോ വണ്ടർ ഡാഡി ഫെൽ ഇൻ ലവ് വിത്ത് യു, വൈശാഖി പറഞ്ഞു. ഒട്ടൊരു ലജ്ജയോടെ സുരഭി സേതുമാധവനെ ഒന്ന് നോക്കി. മോൾക്കെല്ലാം അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയാൾ പറഞ്ഞു. വൈശാഖി പെട്ടെന്ന് എഴുന്നേറ്റ് ഗാദിയുടെ അടുത്തേക്ക് ചെന്നു. ദീദി എന്താ മിണ്ടാതെ നിൽക്കുന്നത്? ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ യുവർ പാത്ത് ടു ബിക്കം എ ഡോക്ടർ, തിളങ്ങുന്ന കണ്ണുകളോടെ അവൾ പറഞ്ഞു. വെരി ഗുഡ് ആൻഡ് വെൽക്കം മൈ ഡിയർ സിസ്റ്റർ. ഗാഥ സ്നേഹത്തോടെ അവളുടെ കൈ കവർന്നു. ആൻഡ് ദർ ഈസ് വൺ മോർ സർപ്രൈസ്, വൈശാഖി പറഞ്ഞു. അതെന്താണ്? സുരഭി ചോദിച്ചു. ദാറ്റ് ഡാഡി വിൽ ഡിസ്ക്ലോസ്. ഞാൻ പറയാം, മോളും ഞാനും ഇനി തിരുവനന്തപുരം വിട്ട് പോകുന്നില്ല. മെഡിസിൻ അവളിവിടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. അതെങ്ങനെ? സുരഭിക്ക് മനസ്സിലായില്ല. അവളിവിടെ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് കിട്ടി. കൗൺസിലിങ്ങിന് ചെന്നപ്പോൾ കുറേ മെഡിക്കൽ ഡോക്ടർമാരും കുറേ കോളേജുകളും അതിൻ്റെ ചോയ്സും ഒക്കെ ഉണ്ടായിരുന്നു. മോള് സെലക്ട് ചെയ്തത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ്. ഇതൊരു വലിയ സർപ്രൈസ് ആയിപ്പോയി ഞങ്ങളെ. യെസ് ദീദി, 8 വയസ്സുള്ളപ്പോൾ ഞാൻ കേരളത്തിൽ വന്നിട്ടുണ്ട്. അന്നേ വിചാരിച്ചതാണ് ഒരു ചാൻസ് കിട്ടിയാൽ ഇവിടെ വന്ന് താമസിക്കണമെന്ന്. സച്ച് എ ബ്യൂട്ടിഫുൾ ലാൻഡ് വിത്ത് ലോട്ട്സ് ഓഫ് ഗ്രീനറി, ഹിൽസ്, ഡെയിൽസ്, ബാക്ക് വാട്ടേഴ്സ്, കനാൽസ്. വൈശാഖി കേരളത്തെക്കുറിച്ച് വാചാലയായി. പക്ഷേ മോള് കേരള ഫുഡ് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, സുരഭി സംശയം പറഞ്ഞു. അതിന് ശീലിക്കാതെ പറ്റില്ലല്ലോ. എരിവ് മാത്രമേ അവളെ ബുദ്ധിമുട്ടിക്കൂ. സുരഭി വേഗം കിച്ചണിലേക്ക് ചെന്നു. മായേ, ഇന്നെന്താണ് ചായക്ക് നീ ഉണ്ടാക്കിയത്? ഇഡ്ഡലിയാണ് ചേച്ചി, ചട്നി ഉണ്ടാക്കാൻ പോവാണ്, മായ പറഞ്ഞു. ചട്നിക്ക് പച്ചമുളക് അരയ്ക്കണ്ട, സേതുമോളും വന്നിട്ടുണ്ട്. ആ കുട്ടിക്ക് എരിവ് പറ്റില്ല. ഞാൻ കണ്ടു ചേച്ചി, സംസാരം കേട്ട് വന്ന് നോക്കിയിരുന്നു. നല്ല സുന്ദരിക്കുട്ടി, മായ പറഞ്ഞു. സേതുവിൻ്റെ മോള് ഇവിടുത്തെ മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കൂടെയാണോ ഇനി താമസിക്കുന്നത്? മായയുടെ ചോദ്യം കേട്ട് സുരഭി ഒന്ന് പവച്ചു. അപ്പോഴാണ് അവൾ അതേക്കുറിച്ച് ചിന്തിച്ചത്. ചിലപ്പോൾ ഹോസ്റ്റലിലായിരിക്കും, സുരഭി സംശയിച്ചു. ഇവിടെ നമ്മളുള്ളപ്പോൾ എന്തിനാ ആ മോള് ഹോസ്റ്റലിൽ പഠിക്കുന്നത്? മായയുടെ ചിന്ത തനിക്ക് വന്നില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ സുരഭിക്ക് ഖേദം തോന്നി. അവൾ ലിവിംഗ് റൂമിലേക്ക് ചെന്നു. അമ്മേ, വൈശാഖി പറഞ്ഞത് കേട്ടോ, ഗേൾസ് ഹോസ്റ്റലിൽ താമസിക്കാൻ ഇഷ്ടമല്ല എന്ന്. സുരഭി ആൻറ്റിയുടെയും ദീദിയുടെയും ഒപ്പം താമസിക്കാൻ സമ്മതിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, മോളിനി ഞങ്ങളുടേതാണെന്ന് ഗാഥ പറഞ്ഞു. സന്തോഷമേ ഉള്ളൂ, സുരഭിയും പറഞ്ഞു. വൈശാഖി വാ, എൻ്റെ റൂമിലേക്ക് പോകാം. ഗാഥ അവളെയും കൊണ്ട് റൂമിലേക്ക് പോയി. മോളുടെ കാര്യത്തിലൊരു തീരുമാനമായി. ഇനി ഞാനൊറ്റയ്ക്ക് എന്ത് ചെയ്യും? സേതുമാധവൻ സുരഭിയുടെ കണ്ണുകളിലേക്ക് നോക്കി. ഒരാൾ കൂടി താമസിക്കാൻ ഇവിടെ ഇടമുണ്ട്, സുരഭി പറഞ്ഞു. സേതുമാധവൻ അവളുടെ കൈ പിടിച്ച് നെഞ്ചോട് ചേർത്തു. വേണ്ട, കുട്ടികൾ. അവൾ സങ്കോചത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. അന്ന് വാങ്ങിയ ആ താലി ഞാൻ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. എത്രയും വേഗം നമുക്ക്. പക്ഷെ മോള്, അവളത്ര ചെറിയ കുട്ടിയല്ലല്ലോ. ഷീ നോസ് എവറിത്തിങ്. അവളാണ് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തത്. എന്താണ് അച്ഛൻ സുരഭി ആൻറ്റിയെ കല്യാണം കഴിക്കാത്തതെന്ന്? എൻ്റെ മനസ്സറിഞ്ഞതുകൊണ്ടാണ് അവൾ ഇവിടത്തേക്ക്, ഈ കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് വാങ്ങിച്ചത്. സേതു, അറിയാതെ സുരഭിയുടെ കണ്ണുകൾ നിറഞ്ഞു. ചേരാനുള്ളവർ എന്നായാലും ചേരും. അതിപ്പോൾ എനിക്ക് ബോധ്യമായി, അയാൾ പറഞ്ഞു. ഗാഥയുടെ മുറിയിൽ നിന്നും അപ്പോഴും കളിയും ചിരിയും ഉയർന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് സുശീല പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് സ്കൂട്ടറിൻ്റെ ഹോൺ മുഴങ്ങിയത്. പോസ്റ്റ്മാനാണ് ചേച്ചി, ജനാലിലൂടെ വെളിയിലേക്ക് നോക്കിയിട്ട് രജനി പറഞ്ഞു. നനഞ്ഞ കൈ തുടച്ചിട്ട് സുശീല വേഗം മുൻവശത്തേക്ക് ഇറങ്ങിച്ചെന്നു. മോൻ്റെ പേരിലൊരു രജിസ്റ്റേർഡ് ഉണ്ട്, പോസ്റ്റ്മാൻ പറഞ്ഞു. അവനിവിടെ ഇല്ലല്ലോ, അങ്ങോട്ട് അയച്ചു കൊടുക്കേണ്ടി വരുമോ? സുശീല ചോദിച്ചു. അത് വേണ്ട, സുശീല ഒപ്പിട്ട് തന്നാൽ മതി. ഇത് PSCയിൽ നിന്നാ, അപ്പോയിൻമെൻ്റ് ഓർഡർ ആയിരിക്കും, അയാൾ പറഞ്ഞു. സുശീലയുടെ ഉള്ളം ഒന്ന് തുടിച്ചു. സൂരജിന് ജോലി കിട്ടിയിരിക്കുന്നു, അതും സർക്കാർ സർവീസിൽ. സുശീല ഒപ്പിട്ട് കൊടുത്ത ആ കവർ വാങ്ങി. തുറന്നു നോക്ക്, എന്താണെന്നറിയാലോ. പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്നുള്ള കവറാ. അതാ ഞാൻ പറഞ്ഞത് നിയമന ഉത്തരവായിരിക്കുന്നു.
പോസ്റ്റ്മാൻ പറഞ്ഞു. സുശീല വിറയ്ക്കുന്ന വിരലുകളോടെ ആ കവറ് ശ്രദ്ധാപൂർവം തുറന്നു. ഉള്ളിലുണ്ടായിരുന്ന കടലാസ് അവൾ ഉയരുന്ന ഹൃദയമിടിപ്പോടെയാണ് വായിച്ചത്. സൂരജ് കുമാറിനെ തകഴി പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ മെഡിക്കൽ ഓഫീസറായി നിയമിച്ചിരിക്കുന്നു. 14 ദിവസത്തിനകം ചാർജ് എടുത്തിരിക്കണം. സാറ് പറഞ്ഞത് തന്നെയാ, നിയമന ഉത്തരവാണ്. അവൾ അടക്കാനാവാത്ത സന്തോഷത്തോടെ പറഞ്ഞു. അപ്പോൾ ചിലവ് ചെയ്യണം കേട്ടോ, മോനോടും പറയണം. ആദ്യത്തെ ശമ്പളം കിട്ടിയിട്ട് മതി കേട്ടോ. പോസ്റ്റ്മാൻ സ്ഥലം കിട്ടി. സൂരജൻ മോനെ വിളിച്ചു പറയേച്ചി. രജനി ധൃതി കൂട്ടി. തകഴിയിലായതുകൊണ്ട് അവന് ഇവിടുന്ന് ദിവസവും ആശുപത്രി പോകാലോ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ എൻ്റെ പ്രാർത്ഥന കേട്ടു. അവൾ ഉടൻ തന്നെ സൂരജിനെ വിളിച്ചു. മോനെ, അപ്പോയിൻമെൻ്റ് ഓർഡർ ഇപ്പോൾ കിട്ടി. 2 ആഴ്ചക്കകം ഡ്യൂട്ടിയിൽ പ്രവേശിക്കണം. തകഴിയിലാണ്, ഒറ്റ ശ്വാസത്തിൽ അവൾ പറഞ്ഞു. അങ്ങനെ ഒരു സ്വപ്നം പൂവണിഞ്ഞു അല്ലേ അമ്മേ? ചിരിച്ചുകൊണ്ട് സൂരജ് ചോദിച്ചു. പോടാ, കളിയാക്കാതെ. എൻ്റെ സ്വപ്ന പൂവണിഞ്ഞത്. ഇനി ഒരാഗ്രഹം കൂടിയുണ്ട്, അത് നടക്കും. അതെന്താണ് വേറൊരു സ്വപ്നം? അത് നിന്നോടല്ല പറയേണ്ടത്, വേറൊരു അമ്മയോടാണ്. അതാരാ വേറൊരമ്മ? ഗാതമോളുടെ അമ്മയോട്. ഇനി എനിക്കത് ധൈര്യമായിട്ട് പറയാമല്ലോ, നിനക്ക് ജോലിയുണ്ടല്ലോ. അയ്യോ അമ്മേ, എടുത്തയാടെ ഒന്നും പറഞ്ഞു കളഞ്ഞേക്കല്ലേ. ഇതുവരെ പഠിത്തമായിരുന്നു, ഇനി ഞാനൊന്ന് ശ്വാസം വിട്ടോട്ടെ, അത് കഴിഞ്ഞു മതി, സൂരജ് പറഞ്ഞു. നേരത്തെ പറഞ്ഞു വെക്കണം, അല്ലെങ്കിൽ ആ കുട്ടിയെ വേറെ വല്ല ആലോചനയും വന്നാലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ പേടിയൊന്നും വേണ്ട, ഞാൻ അറിയാതെ അങ്ങനൊന്നും സംഭവിക്കത്തില്ല, അയാൾ പറഞ്ഞു. അങ്ങനെ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ടും സുശീലയ്ക്ക് മനസ്സമാധാനം കിട്ടിയില്ല. അവൾ അപ്പം തന്നെ സുരഭിയുടെ നമ്പർ എടുത്ത് വിളിച്ച് സന്തോഷ വാർത്ത അറിയിച്ചു. ഓ, തകഴിയിലാണോ? നന്നായി, വീടിൻ്റെ അടുത്ത് തന്നെ പോസ്റ്റിംഗ് കിട്ടിയല്ലോ. സുശീലയ്ക്കും സന്തോഷമായി കാണുമല്ലോ. സന്തോഷമായി. ഒറ്റയ്ക്കല്ലേ ഞാൻ തുഴഞ്ഞത്, അതിൻ്റെ ഫലം ദൈവം തന്നു. ഒരു ദിവസം അങ്ങോട്ട് വരാം, എനിക്ക് സുരഭിയുടെ ഒരു കാര്യം സംസാരിക്കാനുണ്ട്, സുശീല പറഞ്ഞു. എപ്പോഴാണെങ്കിലും സുശീലയ്ക്ക് വരാമല്ലോ, അല്ലെങ്കിൽ സൂരജിനോട് പറഞ്ഞാൽ മതിയല്ലോ, കൊണ്ടുവരും. അവൻ ഹോസ്പിറ്റലിൽ ചെന്ന് ചാർജ് എടുക്കട്ടെ, അത് കഴിഞ്ഞ് സൗകര്യം പോലെ വരാം. അത് മതി. ഓഫീസിലായിരുന്നു അപ്പോൾ സുരഭി. എന്തിനായിരിക്കും സുശീല കാണാൻ വരുന്നതെന്ന കാര്യത്തിൽ അവൾക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. സൂരജിൻ്റെയും ഗാഥയുടെയും കാര്യം സംസാരിക്കാൻ തന്നെയാവണം. മറ്റെന്ത് കാര്യമാണ് സൂരജിൻ്റെ അമ്മയ്ക്ക് പറയാനുള്ളത്? മൊബൈൽ വീണ്ടും വെല്ലടിച്ചെടുത്ത് നോക്കിയപ്പോൾ സേതുമാധവനാണ് വിളിക്കുന്നത്. ഹലോ സേതു. അവൾ ഉടൻ കോൾ എടുത്തു. നാളെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോവുകയാണ്, മോൾക്ക് അഡ്മിഷൻ എടുക്കാൻ, അയാൾ പറഞ്ഞു. ക്ലാസ് എന്ന് തുടങ്ങും? അതറിയില്ല, ചെല്ലുമ്പോൾ പറയായിരിക്കും. സേതുവും മോളും ഗോപീഷ്ണൻ്റെ വീട്ടിലാണോ ഇപ്പോൾ? അതെ, പക്ഷെ നാളെ എൻ്റെ പഴയ ഫ്ലാറ്റിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യും. കമ്പനിയുടെ ഫ്ലാറ്റ് ആയതുകൊണ്ട് വേറെ ആർക്കും ഇതുവരെ കൊടുത്തില്ലായിരുന്നു. എനിക്ക് പകരം വേറെ ആളിനെ പോസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് എനിക്കിനിയും അത് കണ്ടിന്യൂ ചെയ്യാം, സേതുമാധവൻ പറഞ്ഞു. അത് നന്നായി. പക്ഷെ മെഡിക്കൽ കോളേജിലേക്ക് മോൾക്ക് പോകാൻ കൂടുതൽ സൗകര്യം ഉള്ളൂർ താമസിക്കുന്നതല്ലേ? സുരഭി ചോദിച്ചു. അത് ശരിയാണ്, കഷ്ടിച്ച് 5 മിനിറ്റ് മതിയല്ലോ കോളേജിലേക്ക്. എങ്കിൽ പിന്നെ മോൾ ഇവിടെ ഞങ്ങളുടെ കൂടെ താമസിക്കണ്ടേ? അപ്പോൾ ഈ പാവം ഡാഡി എന്തു ചെയ്യും? ഡാഡിയെ കൂടി നിങ്ങൾ അവിടെ താമസിപ്പിക്കുമോ? അയാൾ ചോദിച്ചു. ഞങ്ങൾക്ക് വിരോധമില്ല, പക്ഷേ എനിക്കതിനുള്ള അവകാശമില്ലല്ലോ സുരഭി, അവൾ മറുപടി പറഞ്ഞില്ല. മുടങ്ങിപ്പോയ കല്യാണം നമുക്ക് എത്രയും വേഗം നടത്തണം, അപ്പോൾ എനിക്കും അവിടെ വന്ന് ധൈര്യത്തോടെ താമസിക്കാമല്ലോ, സേതുമാധവൻ പറഞ്ഞു. ഞാൻ എന്ത് പറയാനാണ് സേതു? ഒന്നും പറയണ്ട, എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്, മോൾ ഇന്നലെയും ചോദിച്ചു. ഡാഡി, വെൻ ആർ യു ഗെറ്റിംഗ് മാരീഡ് എന്ന്. ഐ ലവ് ടു ലിവ് വിത്ത് ആൻറ്റി ആൻഡ് ദീദി എന്ന്. ഞാൻ പറഞ്ഞു നെക്സ്റ്റ് വീക്ക് എന്ന്. അയാൾ പറഞ്ഞു. അടുത്ത ആഴ്ചയോ? ഇത്ര പെട്ടെന്ന്? സുരഭി ഒന്ന് പരിഭ്രമിച്ചു. അധികം വൈകാതെ മോൾക്ക് ക്ലാസ് തുടങ്ങും, അപ്പോൾ അവിടെ നിന്ന് അവൾക്ക് കോളേജിലേക്ക് പോകാമല്ലോ. അത് ശരിയാണ്. അപ്പോൾ കല്യാണത്തിലുള്ള അറേഞ്ച്മെൻറ്റ് ഞാൻ ചെയ്യട്ടെ? അവൾ സമ്മതം മൂളി. അപ്പോൾ ഞാൻ എല്ലാവരെയും അറിയിക്കട്ടെ. ഇന്ന് തിങ്കൾ, അടുത്ത ഞായറാഴ്ച രാവിലെ 10:30 നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ച്, പിറ്റേന്ന് മുനിസിപ്പൽ ഓഫീസിൽ ചെന്ന് മാരേജ് രജിസ്റ്റർ ചെയ്യുന്നു. ഗോപികൃഷ്ണൻ്റെ സുഹൃത്തുക്കൾ എല്ലാം അറേഞ്ച് ചെയ്തോളും. സേതു ഇത്ര പെട്ടെന്ന്? വിശ്വാസം വരാതെ സുരഭി ചോദിച്ചു. ഇനി കാത്തിരിക്കണ്ട, ഒത്തുവന്നിരിക്കുകയാണ്. അറിയിക്കേണ്ടവരൊക്കെ സുരഭി അറിയിക്കൂ, പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ടവർ മാത്രം മതി വിവാഹ സമയത്ത്. അന്ന് ഓഫീസിൽ നിന്നും തിരിച്ചെത്തിയപ്പോൾ ഗാഥ അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അമ്മേ,
അടുത്ത ആഴ്ച മുതൽ എൻട്രൻസ് കോച്ചിങ് ക്ലാസ് തുടങ്ങും. കോച്ചിങ് സെൻറ്ററിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അവൾ അറിയിച്ചു. PG കോഴ്സിനുള്ള നീറ്റ് എക്സാമിനേഷൻ അവൾ തിരുവനന്തപുരത്ത് തന്നെയുള്ള പ്രശസ്തമായ കോച്ചിങ് സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. നന്നായി. അതുവരെ ഇവിടുന്ന് ബോറടിച്ചാൽ മതിയല്ലോ നിനക്ക്. ഇന്ന് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടി നടന്നു, സുരഭി പറഞ്ഞു. അതെന്തൊക്കെയാണ്? ആകാംക്ഷയുടെ ഗാഥ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. സൂരജിൻ്റെ അമ്മ വിളിച്ചിരുന്നു. ഒരു ദിവസം ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. എന്തിനാണെന്ന് മനസ്സിലായോ? സൂരജിന് വേണ്ടി നിന്നെ കല്യാണം ആലോചിക്കാൻ. അമ്മേ? അറിയാതെ അവളുടെ മുഖം തൊടുത്തു. 2ാമത്തെ കാര്യം, സേതു ഇന്നെന്നെ വിളിച്ചൊരു കാര്യം പറഞ്ഞു. അതെന്താണ്? സുരഭി അക്കാര്യം അവളോട് പറഞ്ഞു. അവൾ അമ്മയെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. കൺഗ്രാറ്റ്സ് അമ്മേ. അത് കഴിഞ്ഞാൽ സേതു അങ്കളും വൈശാഖി നമ്മുടെ കൂടെ താമസിക്കാൻ വരുമല്ലേ? അതെ. എന്ത് രസമായിരിക്കും. അച്ഛനും അമ്മയും 2 മക്കളും. ഹാപ്പി ഫാമിലി. ഗാഥയുടെ മനസ്സിൽ നിന്നും സന്തോഷം നിറഞ്ഞു തുളുമ്പി. ഓരോന്നിനും ഓരോ സമയമുണ്ട് മോളെ. നടക്കാനുള്ളത് ആ നേരത്ത് നടന്നിരിക്കും. ആ നേരത്തെ നടക്കൂ, സുരഭി പറഞ്ഞു. ഓഫീസിൽ ആരെങ്കിലും കല്യാണത്തിന് ക്ഷണിക്കുന്നുണ്ടോ? ഇല്ല. കല്യാണം കഴിഞ്ഞ് എൻ്റെ സെക്ഷനിലുള്ള 10-12 പേരെ മാത്രം കൊണ്ടുപോയി ലഞ്ച് കഴിക്കണം. അത് മതി. പ്രധാനമായും 2 പേരെ അമ്മ ക്ഷണിക്കണം. നാളെ തന്നെ, ഗാഥ പറഞ്ഞു. ആരെയൊക്കെ? അച്ഛൻ്റെ സഹോദരിമാരല്ലേ, വിജയമ്മ അപ്പച്ചിയും ജയശ്രീ അപ്പച്ചിയും. അവരെ ഫോണിൽ വിളിച്ച് ക്ഷണിച്ചാൽ മതി. വന്നില്ലെങ്കിലും അവരിതറിയണം. വിളിക്കാം. പിന്നെ വിളിക്കേണ്ടത് സൂരജിൻ്റെ അമ്മയെ. സേതുവിനെക്കുറിച്ച് സുശീല കേട്ടിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ട് കൂടുതൽ പരിചയപ്പെടുത്തേണ്ടി വരില്ല. ഗോപികൃഷ്ണനെയും ദേവികയെയും മനീഷ മോളെയൊക്കെ വിളിക്കണ്ടേ? വേണം. ഇനി അവരൊക്കെ നമ്മുടെ ബന്ധുക്കളാകാൻ പോകുന്നവരല്ലേ, ഗാഥ പറഞ്ഞു. അമ്മയും മകളും അന്ന് രാത്രി അവരവരുടെ സ്വപ്നലോകത്ത് വിഹരിച്ചുകൊണ്ടാണ് ഉറങ്ങാൻ കണ്ണുകൾ അടച്ചത്. അന്ന് വൈകുന്നേരം സൂരജിനെ സുശീല വിളിച്ചു. എന്താണമ്മേ? അയാൾ ഉടനെ കോളെടുത്തു. ഇന്ന് ഗാഥയുടെ അമ്മ എന്നെ വിളിച്ചിരുന്നു, സുശീല പറഞ്ഞു. മനസ്സിലായി. കല്യാണം പറയാൻ? അതെ. ഗാഥയെ എനിക്ക് കൈപിടിച്ചു തരാൻ അവൾക്ക് അച്ഛനുണ്ടാവുന്നത് നല്ലതല്ലേ? തീർച്ചയായും അത് വേണ്ടത് തന്നെ. അക്കാര്യത്തിൽ എനിക്കും അനുകൂല അഭിപ്രായമാണുള്ളത്. അതിരിക്കട്ടെ, അമ്മ വരുമല്ലോ കല്യാണത്തിന്. വരണമെന്ന് ആഗ്രഹമുണ്ട്. എങ്കിൽ തലേ ദിവസം വരേണ്ടി വരും. രാവിലെ 10:30 കല്യാണം, അതും നെയ്യാറ്റിൻകരയിൽ വെച്ച്. അത് സാരമില്ല, സമയത്തിന് മുമ്പ് ഞാനവിടെ എത്തിക്കൊള്ളാം. നീ എന്നാണ് ഇങ്ങോട്ട് വരുന്നത്? ഈ ആഴ്ച കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീർക്കും. ഞായറാഴ്ച കല്യാണം കഴിഞ്ഞ് നമുക്കൊന്നിച്ച് അമ്പലപ്പുഴയ്ക്ക് പോകാം. തിങ്കളാഴ്ച രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ ജോലിക്ക് ഹാജരാകുന്നു. അത് മതി. ഞാനിപ്പോൾ വിളിച്ചത് വേറൊരു കാര്യം കൂടി പറയാനാ. എനിക്ക് നിൻ്റെ അച്ഛനോടൊന്ന് സംസാരിക്കണം, ഫോണിൽ. അതിന് സൗകര്യം ചെയ്തു തരാൻ പറ്റുമോ നിനക്ക്? നമ്പർ തന്നാൽ അമ്മയ്ക്ക് വിളിക്കരുതോ? സൂരജ് ചോദിച്ചു. അത് വേണ്ട. നിൻ്റെ അച്ഛൻ്റെ ഭാര്യ അറിയാതെ എനിക്ക് വിളിക്കണ്ട. നീ അവരുടെ വീട്ടിലൊന്ന് പോകണം. ആ സ്ത്രീയോട് അനുവാദം മേടിച്ചിട്ട് ഫോണൊന്ന് കൊടുത്താൽ മതി, സുശീല പറഞ്ഞു. അങ്ങനെ ചെയ്യാം. ദേവിക ആൻറ്റി സമ്മതിക്കാതിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നാളെ തന്നെ ഞാൻ പോകാം. പിറ്റേന്ന് രാവിലെ സൂരജ് നെയ്യാറ്റിൻകരയിലേക്ക് പോയി. അയാൾ ചെന്നപ്പോൾ വീട്ടിൽ ഗോപികൃഷ്ണനും ദേവികയും മനീഷയുണ്ടായിരുന്നു. സ്നേഹപൂർണമായ സ്വീകരണമാണ് അയാൾക്ക് ലഭിച്ചത്. ചായ കുടിച്ച് വിശേഷങ്ങൾ പറഞ്ഞ് അവർ അല്പനേരം ഇരുന്നു. ആൻറ്റി, ഞാനൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്, ഇടയ്ക്ക് സൂരജ് വിഷയം അവതരിപ്പിച്ചു. അതിനെന്താ? സൂരജിൻ്റെ അമ്മ ഗോപികൃഷ്ണനോട് സംസാരിക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല, ദേവിക പറഞ്ഞു. ഞാൻ അമ്മയെ വിളിച്ചു തരട്ടെ? ആൻറ്റിക്ക് അമ്മയോട് സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ദേവിക തലതിരിച്ച് ഗോപികൃഷ്ണനെ നോക്കി. അയാൾ നിശബ്ദനായി ഇരുന്നതേ ഉള്ളൂ. സംസാരിക്കാം, അല്പമൊന്നും മടിച്ചെങ്കിലും ദേവിക പറഞ്ഞു. മൊബൈലെടുത്ത് സുശീലയെ സൂരജ് വിളിച്ചു. ഫോൺ ലൗഡ് സ്പീക്കറിലിട്ടിട്ട് സൂരജ് പറഞ്ഞു. അമ്മേ, ഞാൻ ദേവിക ആൻറ്റിക്ക് ഫോൺ കൊടുക്കാം. ആദ്യം നിങ്ങൾ 2 പേരും സംസാരിക്കൂ. മൊബൈൽ ദേവികയെ ഏൽപ്പിച്ച് മനീഷയും കൊണ്ട് സൂരജ് എഴുന്നേറ്റ് വെളിയിലേക്ക് നടന്നു. അവിടെ നടക്കുന്ന സംസാരം മക്കളെ 2 പേരും കേൾക്കണ്ട എന്നായിരുന്നു ഗോപികൃഷ്ണൻ്റെ ചിന്ത. ഞാൻ ദേവികയാണ്, ദേവിക സംസാരിച്ചു തുടങ്ങി. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ്, സുശീല പറഞ്ഞു. അതിനെന്താ? പറയൂ. അവിടെ എല്ലാവരും ഒരുപക്ഷെ അറിഞ്ഞു കാണുമായിരിക്കും. സുരഭിയുടെ മകൾ ഗാഥയെ സൂരജിന് വിവാഹം ചെയ്താൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. സുരഭിക്കും ഗാഥയ്ക്കും അതിന് താല്പര്യമുണ്ട്. ശരിയാണ്, അക്കാര്യം ഇവിടെയും സംസാരിച്ചിരുന്നു.
അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് സൂരജിന് വേണ്ടി അക്കാര്യം സുരഭിയോട് സംസാരിക്കണമെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്, സുശീല പറഞ്ഞു. ഗോപികൃഷ്ണൻ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംസാരിക്കും. ദേവിക അയാളെ ഒന്ന് നോക്കി. അതിനെന്താ, ഞാൻ സുരഭിയോട് സംസാരിക്കാം. ഞായറാഴ്ച അവരുടെ കല്യാണമല്ലേ, അത് കഴിയട്ടെ. സേതുമാധവന് അത് ഇഷ്ടമായിരിക്കും, ഗോപികൃഷ്ണൻ പറഞ്ഞു. ഇനി എൻ്റെ ഒരു അഭിപ്രായം പറയാം. തൽക്കാലം അവരുടെ റിംഗ് എക്സ്ചേഞ്ച് നടത്താം. 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞു മതി കല്യാണം. ഗാഥ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോവുകയല്ലേ, ദേവിക പറഞ്ഞു. അത് ശരിയാണ്, കല്യാണം പതിയെ മതി, സുശീല പറഞ്ഞു. സംസാരിച്ചു കഴിഞ്ഞ് ദേവിക കോൾ കട്ട് ചെയ്തു. നന്ദിപൂർവ്വം ഗോപികൃഷ്ണൻ അവളെ നോക്കി. സൂരജ് ഗോപികൃഷ്ണൻ്റെ മാത്രം മോനല്ല, നമ്മുടെ മോനാണ്, നമ്മുടെ മനീഷയുടെ ഏട്ടൻ, അവൾ പറഞ്ഞു. ആ ഞായറാഴ്ച രാവിലെ 10:30 മണി കഴിഞ്ഞപ്പോൾ നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് സുരഭിയുടെ കഴുത്തിൽ സേതുമാധവൻ താലി ചാർത്തി. അവർ പരസ്പരം മോതിരമിട്ടു. സുശീലയും സൂരജും ഗോപികൃഷ്ണനും ദേവികയും മനീഷയും ഗാഥയും വൈശാഖയും മാത്രമേ ചടങ്ങിൽ പങ്കെടുക്കാനുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അടുത്തുള്ള ഹോട്ടലിൽ ചെറിയ സദ്യ. സുശീലയും സൂരജും യാത്ര പറഞ്ഞ് അമ്പലപ്പുഴയിലേക്ക് പോയി. ഗാഥയും വൈശാഖയും മായയും ഉള്ളൂരുള്ള ഫ്ലാറ്റിലേക്ക് മടങ്ങി. സേതുമാധവനും സുരഭിയും കവടിയാറുള്ള ഫ്ലാറ്റിലേക്കാണ് പോയത്. അങ്ങനെയായിരുന്നു തീരുമാനം. വരൻ്റെ വീട്ടിലേക്കാണ് വധു പോകേണ്ടത്. കാറിൻ്റെ ബാക്ക് സീറ്റിലാണ് സേതുമാധവനും സുരഭി ഇരുന്നത്. സിൽക്ക് സാരിയിൽ അവൾ കൂടുതൽ സുന്ദരിയായിരുന്നു. മാറിൽ ചാർത്തിയ താലി അവളുടെ മുഖത്തിന് പദവിയിലേറെ ചൈതന്യവും നൽകിയിരുന്നു. ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഡ്രൈവർ കേൾക്കാതെ പതിഞ്ഞ സ്വരത്തിൽ സേതുമാധവൻ പറഞ്ഞു. എന്താണ്? നേരിയ പരിഭ്രമത്തോടെ സുരഭി അയാളെ നോക്കി. മണിയറയിലേക്ക് പോകുമ്പോൾ വധുവിൻ്റെ കയ്യിൽ പാല് തന്നുവിടാൻ അവിടെ ആരും കാണുകയില്ല, നമ്മൾ തന്നെ കൊണ്ടുപോകേണ്ടി വരും, പുഞ്ചിരിയോടെ സേതുമാധവൻ പറഞ്ഞു. പോക്കള്ള. സുരഭി അയാളുടെ കൈത്തണ്ടയിൽ മൃദുവായിട്ടൊന്നു നുള്ളി. അയാൾ അവളെ ചേർത്ത് പിടിച്ചു. പ്രിയരെ, ഒത്തിരി സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ നോവൽ ഇവിടെ അവസാനിക്കുന്നത്. കാറ്റിൽ പറന്ന സുഗന്ധം എന്ന നോവലിൻ്റെ അവസാനത്തെ അധ്യായമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. വീണ്ടും നമ്മളൊരു പുതിയ നോവലുമായിട്ട് നാളെ നമ്മൾ കണ്ടുകിട്ടും അല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.